അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന അഖീദ എന്ന വിഷയത്തിലെ ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പോൾ താഴെ 9ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ താഴെ 9 ചോദ്യം തന്നതിൽ ഈമാനാണോ അല്ലെങ്കിൽ ഇസ്ലാമാണോ ഏതാണ് എന്ന് വേർതിരിച്ച് യോജിച്ചത് എഴുതുക. അപ്പോൾ ഒന്നാമത്തത് നോക്കാം. എല്ലാ ദിവസവും 5 നേരം നിസ്കരിക്കും. അപ്പോൾ അവിടെ വേണ്ടത് അത് ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണോ അല്ലെങ്കിൽ ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണോ? അപ്പോൾ അവിടെ വേണ്ടത് ഏതാണ്? ഇസ്ലാം എന്നാണ് അല്ലേ? ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണ് 5 നേരത്തെ നിസ്കാരം. അപ്പോൾ അതവിടെ ഇസ്ലാം എന്ന് എഴുതി ചേർക്കുക. രണ്ടാമത്തേത് അള്ളാഹുവിൽ വിശ്വസിക്കൽ. അപ്പം അള്ളാഹുവിൽ വിശ്വസിക്കൽ ഏതിൽപ്പെട്ടതാണ്? ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ് അല്ലേ? അപ്പോൾ അവിടെ ഈമാൻ എന്ന് എഴുതി ചേർക്കുക. ഇനി മൂന്നാമത്തത് മുതലിൻ്റെ സക്കാത്ത് കൊടുക്കും. അതേതാണ്? സക്കാത്ത് കൊടുക്കൽ ഇസ്ലാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇസ്ലാം എന്ന് എഴുതി ചേർക്കുക. ഇനി നാലാമത്തത് അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കൽ. അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കൽ എന്നുള്ളത് എന്തിൽപ്പെട്ടതാണ്? ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അവിടെ ഈമാൻ എന്ന് എഴുതി ചേർക്കുക. ഇനി അഞ്ചാമത്തത് അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കൽ. അതും എന്തിൽപ്പെട്ടതാണ്? ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അവിടെ ഈമാൻ എന്ന് എഴുതുക. ഇനി അടുത്തത് ആറാമത്തതാണ് റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കും. അപ്പോൾ റമദാൻ മാസം നോമ്പ് അനുഷ്ഠിക്കും. അത് എന്തിൽപ്പെട്ടതാണ്? ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണോ? അല്ല, അത് ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അവിടെ ഇസ്ലാം എന്ന് എഴുതി ചേർക്കുക. ഇനി അടുത്തത് ഏഴാമത്തതാണ് അള്ളാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കൽ എന്തിൽപ്പെട്ടതാണ്? ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അവിടെ ഈമാൻ എന്ന് എഴുതി ചേർക്കുക. എട്ടാമത്തത് അവസാന നാളിൽ വിശ്വസിക്കൽ. അതെന്തിൽപ്പെട്ടതാണ്? അതും ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അവിടെ ഈമാൻ എന്ന് എഴുതി ചേർക്കുക. ഇനി ഒൻപതാമത്തത് അവസാനത്തെ ചോദ്യം മക്കയിൽ പോയി ഹജ്ജ് ചെയ്യും. അപ്പോൾ അതും ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അവിടെ ഇസ്ലാം എന്ന് എഴുതി ചേർക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇസ്ലാം കാര്യങ്ങൾ 5ആണ്, ഈമാൻ കാര്യങ്ങൾ 6ആണ് അല്ലേ? അപ്പം അതാണ് ഇവിടെ കൊടുത്തത്. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം. പൂർത്തിയാക്കാം. അപ്പോൾ താഴെ 4ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും പൂർണ്ണമല്ല. അപ്പോൾ അത് പരിപൂർണമാക്കി നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. അള്ളാഹു മനുഷ്യർക്ക് നൽകിയ മതമാണ് ഇസ്ലാം. അപ്പോൾ അവിടെ ഇസ്ലാം എന്നാണ് നമ്മൾ എഴുതി ചേർക്കേണ്ടത്. അള്ളാഹു മനുഷ്യർക്ക് നൽകിയ മതമാണ് ഇസ്ലാം. രണ്ടാമത്തെ ചോദ്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ആരാണ്? റസൂലാണ് അല്ലേ? അപ്പോൾ അവിടെ റസൂലാണ് എന്ന് എഴുതി ചേർക്കുക. അള്ളാഹുവിൻ്റെ റസൂലാണ്. ഇനി മൂന്നാമത്തത് ഇസ്ലാം മതം സ്വീകരിച്ചവരാണ്. ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് ആര്? മുസ്ലിങ്ങൾ അല്ലേ? മുസ്ലിമീങ്ങളാണ് എന്ത്? ഇസ്ലാം മതം സ്വീകരിച്ചവർക്ക് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ? അപ്പോൾ അവിടെ ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് മുസ്ലിങ്ങൾ. അപ്പോൾ അവിടെ മുസ്ലിങ്ങൾ എന്ന് എഴുതി ചേർക്കുക. ഇനി നാലാമത്തത് അള്ളാഹുവിനെ അല്ലാതെ യാതൊന്നിനെയും ആരാധിക്കാൻ. അപ്പോൾ അവിടെ എന്താണ് വേണ്ടത്? പാടില്ല. അള്ളാഹുവിനെ അല്ലാതെ യാതൊന്നിനെയും ആരാധിക്കുവാൻ പാടില്ല. അപ്പോൾ അവിടെ പാടില്ല എന്ന് എഴുതി ചേർക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ഭാഗം നമുക്ക് അർത്ഥം എഴുതാം. അപ്പോൾ താഴെ 2 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നമ്മൾ അർത്ഥം എഴുതണം. അൽഹംദുലില്ലാഹ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? അതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. എന്താണ്? എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ്. എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ് എന്നാണ് അൽഹംദുലില്ലാഹ് എന്നതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. യഥാർത്ഥ ആരാധ്യൻ
അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അപ്പം അതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥമാണ് യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നുള്ളത്. ഇനി നാലാമത്തെ ഭാഗം നോക്കാം. ഉത്തരം എഴുതാം. അപ്പോൾ താഴെ 2 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ? ആ 2 ചോദ്യത്തിനും നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആൻസർ ഉത്തരം എഴുതണം. ഒന്നാമത്തെ നോക്കാം. എന്ത് ഗുണം ലഭിച്ചാലും നാം പറയണം എന്ത്? എന്ത് ഗുണം ലഭിച്ചാലും നാം പറയണം എന്ത്? അപ്പം അതിൻ്റെ ഉത്തരം എന്താണ്? അൽഹംദുലില്ലാഹ് എന്ന്. അപ്പം നമുക്ക് എന്ത് തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഗുണം ലഭിച്ചാലും എല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ് അല്ലേ? ഗുണവും ദോഷവും എല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പം നമുക്ക് എന്ത് പരീക്ഷണങ്ങൾ ലഭിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം? എന്ത് മോശമായിട്ടുള്ള കാര്യങ്ങൾ ലഭിച്ചാലും നമ്മൾ ക്ഷമിക്കണം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് നല്ല ഗുണമുള്ള കാര്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാലും നാം പറയേണ്ടതാണ് എന്ത്? അൽഹംദുലില്ലാഹ് അല്ലേ? അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം മഴയില്ലാത്തൊരു അവസരത്തിൽ മഴ ലഭിച്ച സമയത്താണ് ഈ വാക്ക് പറഞ്ഞത് അല്ലേ? അത് നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. വരാന്തയിൽ കയറി നിന്നതും മഴ പെയ്തപ്പോൾ പിന്നെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞതും അതെല്ലാം. അപ്പോൾ നമുക്ക് എന്ത് തന്നെ ഗുണം ലഭിച്ചു കഴിഞ്ഞാലും നമ്മൾ പറയേണ്ട വാക്കാണ് അൽഹംദുലില്ലാഹ് എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം. രണ്ടാമത്തെ ചോദ്യം. ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്? അപ്പം ഏതിനാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്? അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ 6 ആകുന്നു. അവക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. അപ്പം അടിസ്ഥാനപരമായിട്ട് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എത്രയാണ്? 6 ആണ്. ആ 6 കാര്യങ്ങൾക്കാണ് എന്ത് പറയുക? ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുക. ഇനി അടുത്ത ഭാഗം നോക്കാം. അഞ്ചാമത്തത് പൂരിപ്പിക്കാം എന്നുള്ളതാണ്. പൂരിപ്പിക്കാം. അപ്പോൾ താഴെ 2 ബൈത്തുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം? വിട്ട ഭാഗത്ത് പൂരിപ്പിച്ച് എഴുതണം. ഒന്നാമത്തത് ഈമാനുന ഡാഷ് വൽ മലായിക. അപ്പോൾ അവിടെ വേണ്ടത് എന്താണ്? ബില്ലാഹി എന്നാണ്. അപ്പം ഈമാനുന ബില്ലാഹി വൽ മലായിക എന്ന് വരും. രണ്ടാമത്തതോ വൽ കുതുബി എന്നേ ഇവിടെയുള്ളൂ. പിന്നെ വയൗമി എന്നേ ഉള്ളൂ. ബാക്കിയുള്ള 2 ഭാഗത്തും നമ്മൾ എന്താക്കണം? എഴുതണം. അപ്പം അത് പൂരിപ്പിച്ചെഴുതുമ്പോൾ വൽ കുതുബി വർ റുസുലി വയൗമിൽ തഹ്ലക എന്ന് വരും. അടുത്തതോ വൽ ഖദരി. അവിടെ എന്ത് വരണം? ഖൈരിഹി വ ശർരിഹി. അപ്പോൾ അവിടെ ഖൈരിഹി എന്നാണ് വരേണ്ടത്. വ ശർരിഹി മിനൽ അല്ലേ? അപ്പോൾ വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനൽ. ബാക്കിയോ ഇലാഹി ഡാഷ് അൽ ആലമീന ബിലാ. അപ്പോൾ ഇലാഹി റബ്ബിൽ ആലമീന ബിലാ സലൽ എന്ന് വരും. അപ്പം ഒന്നാമത്തത് ഈമാനുന ബില്ലാഹി വൽ മലായിക. രണ്ടാമത്തത് വൽ കുതുബി വർ റുസുലി വയൗമിൽ തഹ്ലക. അടുത്ത് വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനൽ. അടുത്തത് ഇലാഹി റബ്ബിൽ ആലമീന ബിലാ സലൽ. ഇനി അടുത്ത 6ാമത്തെ ഭാഗം നോക്കാം. നമുക്ക് പകർത്തി എഴുതാം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയത്, 5ഓളം വാക്കുകളാണ് നൽകിയത്. അപ്പോൾ ആ 5 വാക്കുകളും അതുപോലെ അക്ഷരത്തെറ്റില്ലാത്ത രൂപത്തിൽ അതുപോലെ പകർത്തി എഴുതിയാൽ 5 മാർക്ക് ലഭിക്കും. അപ്പം അത് അവിടെ ആദ്യത്തേത് വിഷമിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഭക്ഷണം, മൂന്നാമത്തേത് കൃഷി, നാലാമത്തേത് ആശ്വാസം, അഞ്ചാമത്തേത് ആരോഗ്യം. അപ്പം ഈ കാര്യങ്ങൾ അവിടെ എന്താക്കണം? പകർത്തി എഴുതണം. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.